രാവണൻ. രചന ഭദ്രാലക്ഷ്മി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. മഹേന്ദ്രന്റെ വശ്യമായ നോട്ടം കണ്ടതും ദേവ അപ്പോഴും അവനെ നോക്കി വിടർന്ന് പുഞ്ചിരിച്ചു. അവന്റെ ആ നോട്ടം പോലും തന്റെ ശരീരത്തിന്റെയും രക്തത്തിന്റെയും താപം കൂട്ടുന്നത് പോലെ ദേവയ്ക്ക് തോന്നുന്നുണ്ടായിരുന്നു. ദേവയുടെ അരിയിലേക്ക് നടന്നെടുത്ത മഹേന്ദ്രൻ അവളെ പിടിച്ചൊരൊറ്റ വലിയായിരുന്നു. തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് തിരിച്ചു നിർത്തിക്കൊണ്ട് അവൻ അവളോടായി പറഞ്ഞു, ഭദ്ര, ഇന്നാണ് നീ മഹേന്ദ്രദേവ് വസിഷ്ഠയുടെ യഥാർത്ഥ ഭാര്യയായത്. അവളുടെ കഴുത്തിലൂടെ ചുണ്ടുകൾ നുണഞ്ഞുകൊണ്ട് മഹേന്ദ്രൻ പതിയെ പറഞ്ഞു. ഒപ്പം അവന്റെ കൈകൾ അവളുടെ അണിവയറിലായി അലഞ്ഞു തുടങ്ങിയിരുന്നു. ആ നിമിഷങ്ങളിൽ ഒടുവിൽ ആ വിരലുകൾ അവളുടെ നാഭിച്ചുഴിയിൽ വിശ്രമം കൊണ്ടതും അറിയാതെ തന്നെ ദേവ അവന്റെ ഇരുതോളിലും കൈകൾ പിടിച്ചുകൊണ്ട് ഉയർന്നു പൊങ്ങി. മഹേന്ദ്രൻ പറയുന്നൊന്നും ദേവയുടെ ചെവിക്കുള്ളിലേക്ക് കേൾക്കുന്ന കൂടിയില്ലായിരുന്നു. അവന്റെ ഉമിനീരും നിശ്വാസവും കൊടുക്കുന്ന കുളിരിൽ ദേവ മഹേന്ദ്രന്റെ കയ്യിൽ അള്ളിപ്പിടിച്ചു. പക്ഷേ സ്വബോധം വന്ന പോലെ അവൾ പതിയെ അവനെ തള്ളിമാറ്റാനും ശ്രമിക്കുന്നുണ്ട്. ദേവയുടെ വീട്ട് ഇത് ഓഫീസാണ്, വീടല്ല. കഴുത്ത് പൊള്ളിക്കുന്ന ചുംബനങ്ങൾക്കിടയിൽ ദേവ വൃഥാ അവനെ പിന്തിരിപ്പിക്കാൻ എന്ന പോലെ പറഞ്ഞു. എന്നാൽ ദേവ പറയുന്നൊന്നും മഹേന്ദ്രൻ കേട്ടില്ല. അവളെ തന്നിലേക്ക് തിരിച്ചു നിർത്തി. അവളിട്ടിരുന്ന വൈറ്റ് ഷർട്ടിന്റെ ആദ്യത്തെ ബട്ടണുകൾ തന്റെ കൈകൊണ്ടഴിക്കുന്ന തിരക്കിലായിരുന്നു മഹേന്ദ്രൻ. അതേസമയം പെട്ടെന്ന് എന്തോ സ്വഭാവത്തിലേക്ക് വന്ന പോലെ ദേവ അവനെ പിടിച്ചു കൂടെ തള്ളി. തന്റെ രസച്ചരട് മുറിഞ്ഞ ദേഷ്യത്തിൽ മഹേന്ദ്രൻ ദേവയെ നോക്കി ചീറിക്കൊണ്ട് ചോദിച്ചു, എന്നാൽ ഇപ്രാവശ്യം അവന്റെ അലർച്ച കേട്ടിട്ടും ദേവക്കൊരു കുലുക്കവുമില്ലായിരുന്നു. അവൾ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇതേ ഓഫീസാണ് മഹേന്ദ്രദേവ വസിഷ്ഠ, ഇനി ഇവിടെ ഞാൻ നിന്നാൽ ശരിയാവില്ല. മഹേന്ദ്രനെ നോക്കി പൂച്ഛിച്ചുകൊണ്ട് ദേവ മുമ്പോട്ടേക്ക് നടന്നു. പെട്ടെന്നാണ് അവൻ കാറ്റുപോലെ വന്ന് അവളെ ചേർത്ത് പിടിച്ച് ചുമരിലേക്ക് ചേർത്ത് നിർത്തിയത്. ഒരു നിമിഷം വേണ്ടി വന്നു ദേവയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ. ദേവേട്ടാ, വീട്ടാനല്ലേ പറഞ്ഞേ? വീട്ടില്ലെങ്കിൽ കുസൃതി ചിരിയോടെയും ഗൗരവത്തോടെയും മഹേന്ദ്രൻ അങ്ങനെ ചോദിച്ചതും അവന്റെ ആ നോട്ടത്തിലൊന്ന് പതറിപ്പോയിരുന്ന ദേവ എന്നാൽ തനിക്ക് മാത്രം കാണാൻ കഴിയുന്ന അവന്റെ മുമ്പത്തെ കുസൃതി കണ്ടതും അവളുടെ ചുണ്ടുകൾ കൂർത്തു വന്നു. അവളെ ചുമരിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് സ്വകാര്യമെന്നോണം മഹേന്ദ്രൻ അവളുടെ ചെവിയിലേക്ക് പറഞ്ഞു, ഈ രാവണൻ എന്തെങ്കിലും ഒന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ നേടിയെടുത്തിരിക്കും എൻ്റെ ഭാര്യയെ. അതിന് സ്ഥലവും സന്ദർഭവും എനിക്കൊരു പുത്തരിയുള്ള കാര്യമല്ല. എടോടി ഭാര്യയെ. അവൻ്റെ ആ ചുഴുനിശ്വാസം തൻ്റെ ചെവിയിലും കഴുത്തിലുമായി തട്ടുമ്പോൾ അവിടമെല്ലാം തീ പോലെ ചുട്ടുപൊള്ളുന്ന പോലെ തോന്നി ദേവയ്ക്ക്. ശരീരം അവനെ കൊതിക്കുമ്പോഴും മനസ്സ് സ്ഥലവും സന്ദർഭം എവിടെയാണെന്ന് ഓർമ്മിപ്പിക്കുകയായിരുന്നു അവളെ. എങ്കിലും വിട്ടുകൊടുക്കാൻ തയ്യാറില്ലാത്ത പോലെ അവൾ മഹേന്ദ്രന്റെ കയ്യിൽ നിന്ന് കുതറി മാറിക്കൊണ്ട് തിരിഞ്ഞവന്റെ കഴുത്തിലായി തന്റെ പല്ലുകൾ ചേർത്ത് ആഞ്ഞ് കടിച്ചു. പെട്ടെന്നുള്ള ദേവയുടെ പ്രവൃത്തിയിൽ മഹേന്ദ്രന്റെ കണ്ണുകൾ കൂമ്പിയടഞ്ഞു. അവന് തന്റെ രക്തം വല്ലാതെ ചൂട് പിടിക്കുന്ന പോലെ തോന്നി. കണ്ണുകൾ അടച്ചുകൊണ്ട് ഞരമ്പുകളെല്ലാം വലിഞ്ഞ് വല്ലാത്തൊരു ഭാവത്തോടെ മഹേന്ദ്രൻ അങ്ങനെ പറഞ്ഞതും അവന്റെ ആ ഒരു ഭാവത്തിൽ പോലും ദേവയുടെ കുഞ്ഞു ശരീരം ഒന്ന് വിറച്ചു പോയി. ദേവേട്ടാ, നോ ഓഫീസ്. വിറയലോടെ ദേവ അവന്റെ പേര് വിളിച്ചുകൊണ്ട് അവനെ തടയാനൊരു പാഴ്ശ്രമം നടത്തിയെങ്കിലും അതിനു മുന്നേ തന്നെ ദേവയുടെ ചുണ്ടുകളെ മഹേന്ദ്രൻ സ്വന്തമാക്കിയിരുന്നു. വികാരത്തള്ളിച്ചയാൽ ദേവയുടെ ശരീരം കിടുങ്ങിപ്പോയി. തന്റെ ചുണ്ടിനെ കടിച്ച് നുണയുന്ന മഹേന്ദ്രന്റെ മുടിഴകളിൽ പിടിച്ചു വലിച്ചു. അവൾ നൽകുന്ന വേദന പോലും മഹേന്ദ്രന് ഒരു ലഹരിയായിരുന്നു. ചുമരിനോട് ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ മഹേന്ദ്രൻ ദേവയെ എടുത്ത് തന്റെ അരക്കെട്ടിലേക്ക് ചേർത്തിരുത്തി. ദേവയിൽ നിന്നും പുറത്തു വരുന്ന വികാര ശബ്ദം അവളെ അവനിലേക്ക് കൂടുതൽ ചേർത്ത് നിർത്തുകയായിരുന്നു. ആ സമയം അതിർവരമ്പുകൾ ഭേദിച്ചുകൊണ്ടുള്ള അവരുടെ പ്രണയം നോക്കി കാണാൻ കാറ്റുപോലും ആ സമയം നാണിച്ചു പോയിരുന്നു. ഈ സമയം കാതറിന്റെ കാറ് ഒരു ഇരുമ്പലോടെ കൊമ്മനക്കാട്ടിലെ തറവാട് മുമ്പിൽ വന്നു നിന്നു. ദേഷ്യവും വാശിയും മഹേന്ദ്രൻ തനിക്കെനി കിട്ടില്ലെന്ന ബോധമെല്ലാം കൂടി കാതറിനെ ഒരു മുഴുഭ്രാന്തിയാക്കി മാറ്റിയിരുന്നപ്പോൾ ദേവ തന്നെ തല്ലിയത് ഓർമ്മ വന്നു. കയ്യിലുണ്ടായിരുന്ന കാറിന്റെ ചാവി മുറുകെ പിടിച്ചുകൊണ്ട് അവൾ ഹാളിലേക്ക് കയറി.
പിന്നീട് ചുറ്റുപാടും നോയിക്കൊണ്ട് അലറിക്കരഞ്ഞുകൊണ്ട് തന്റെ വല്യപ്പച്ചനെ വിളിച്ചു. ദിഗന്ധം പൊട്ടുമാറുള്ള അവരുടെ അലറിക്കരച്ചിൽ കേട്ട് കൊമ്പനക്കാട്ടിലുള്ള എല്ലാവരും താഴേക്ക് ഓടി വന്നു. 5 വിരൽ പതിഞ്ഞ അടികൊണ്ട് കവിളിൽ തിണർത്തി കിടക്കുന്ന അവളുടെ രൂപവും ഭാവവും കണ്ട് അവിടെയുള്ള എല്ലാവരും ഇടിവെട്ടേറ്റതുപോലെ നിന്നുപോയി. ദേവയുടെ ചെഞ്ചുണ്ടുകൾ സ്വന്തമാക്കിയാണ് മഹേന്ദ്രൻ. അവന്റെ കൈകൾ അവളുടെ ഇരുമാറിലുമായി അമർന്നുകൊണ്ടേയിരുന്നു. ഈ സമയമാണ് അവന്റെ മൊബൈൽ റിംഗ് ചെയ്തത്. അതത്ര കാര്യമാക്കാതെ അവൻ തന്റെ പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുന്ന കണ്ടതും ദേവ അവനെ പിടിച്ച് പുറകോട്ടേക്ക് തള്ളി. ഒരു നിമിഷം ദേവയെ നോക്കിക്കൊണ്ട് തന്നെ അവൻ വശ്യമായി പുഞ്ചിരിച്ച് വീണ്ടും അവളുടെ അരികിലേക്ക് അടുക്കുമ്പോഴാണ് അതേസമയം വീണ്ടും മഹേന്ദ്രന്റെ ഫോൺ ബെല്ലടിച്ചത്. ഇതാരാണ്? ദേവയെ നോക്കിക്കൊണ്ട് തന്നെ തന്റെ മുഖം തുടച്ച് മഹേന്ദ്രൻ ഫോണിൽ ഡിസ്പ്ലേയിൽ തെളിഞ്ഞു വരുന്ന പേര് കണ്ടതും കണ്ണുകൾ കുറുക്കിക്കൊണ്ട് അവൻ ഫോൺ അറ്റൻഡ് ചെയ്തു. അത്രയും നേരം ദേവയുടെ മാത്രം കാമുകനായി അല്ലെങ്കിൽ പ്രണയരൂപത്തിൽ നിന്നിരുന്ന മഹേന്ദ്രന്റെ മുഖഭാവം ഗൗരവം നിറഞ്ഞതാവുന്ന ദേവയൊന്ന് നോക്കി നിന്നു. അതിനിടയിൽ തന്നെ അവൾ തന്റെ ഷർട്ടെല്ലാം ഒന്ന് ശരിയാക്കി. ശരി, ഞാനിപ്പോൾ തന്നെ വരാം. അത്രയും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തുകൊണ്ട് ദേവയോട് പറഞ്ഞവൻ. ദേവ നീ പോയിക്കോ, എനിക്ക് അർജന്റായിട്ട് കുറച്ച് വർക്ക് ചെയ്ത് തീർക്കാറുണ്ട്. ശരി ദേവേട്ടാ. അവൻ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് തന്റെ ബാഗും എടുത്ത് അവൾ പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. പുഞ്ചിരിയോടെ മഹേന്ദ്രൻ നോക്കി നിന്നു. നിമിഷ നേരം കൊണ്ട് മഹേന്ദ്രന്റെ മുഖം ഗൗരവത്തിലാണ്ടു. തന്റെ ഫോൺ എടുത്ത് അർജുനെ വിളിച്ചുകൊണ്ട് അവൻ അർജുനോട് പറഞ്ഞു. അർജുൻ, ഇറ്റ്സ് അർജന്റ്. അത്രയും പറഞ്ഞ അർജുൻ ഫോൺ കട്ട് ചെയ്തുകൊണ്ട് തന്റെ കാറിന്റെ ചാവി എടുത്ത് പുറത്തേക്ക് ഓടുകയായിരുന്നു. മഹേന്ദ്രൻ കാറ്റുപോലെ കയറിയതും ആ കാർ മൃതസഞ്ജീവനി എന്ന ആശുപത്രിയിലേക്ക് വീണ്ടും തിരിച്ചു. ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ അർജുൻ ഓർക്കുകയായിരുന്നു അല്പസമയം മുന്നെയാണ് മൃതസഞ്ജീവനിലേക്ക് യാത്ര തിരിച്ച്. പക്ഷേ പകുതിക്ക് വെച്ച് ഡോക്ടർ വിളിച്ചു പറഞ്ഞു, ഇപ്പോൾ വരേണ്ട, മീരയുടെ അമ്മ ഒന്നും സംസാരിക്കാൻ പറ്റിയ അവസ്ഥയിലല്ലെന്ന്. ഇപ്പോൾ ചെന്നിട്ടും കാര്യമില്ലെന്ന് തോന്നിക്കൊണ്ടാണ് തിരികെ ഓഫീസിലേക്ക് വന്നത്. പക്ഷേ ഇപ്പോൾ ഡോക്ടർ പറയുന്ന അവിടേക്ക് പെട്ടെന്ന് വരാൻ. അവർക്ക് കുഴപ്പമൊന്നുമില്ലാതിരിക്കട്ടെ ഈശ്വര. ഒരു പാവം പിടിച്ച പെണ്ണിനെ ഉപദ്രവിച്ചു കൊന്നവർ ആരായാലും അവർക്കുള്ള അന്ത്യയാത്രയിലേക്കുള്ള സമയം അടുത്തു വരാറായെന്ന് അർജുൻ്റെ മനസ്സ് അവനോട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. കാരണം മറ്റൊന്നും കൊണ്ടല്ല, തൻ്റെ തൊട്ടടുത്തിരിക്കുന്ന രാവണന്റെ ഭാവം തന്നെയായിരുന്നു അതിൻ്റെ കാരണവും. തൻ്റെ ഓഫീസിൽ തലക്ക് കൈയും കൊടുത്തിരിക്കുകയാണ് ശ്രീകല. ഇനി മുന്നോട്ട് ചെയ്യേണ്ട എന്താണെന്നതിനെ കുറിച്ചൊരു എത്തുമ്പിടിയും കിട്ടുന്നില്ലായിരുന്നു അവർക്ക്. തൻ്റെ അപ്പച്ചിയുടെ തളർന്നുള്ള അവസ്ഥ കണ്ടതും ജിത്തു ശ്രീകലയുടെ കയ്യിൽ തൻ്റെ കൈ ചേർത്ത് വെച്ചുകൊണ്ട് അവരോട് ചോദിച്ചു. അപ്പച്ചി എന്താണ് ഇങ്ങനെ തകർന്നിരിക്കുന്നത്? ഞാൻ ആദ്യമായിട്ടാ അപ്പച്ചി ഇങ്ങനെ തകർന്നിരിക്കുന്നത് കാണുന്നത്. വിഷമത്തോടെയുള്ള അവന് സംസാരം കേട്ടതും തലയിൽ ഉയർത്തിക്കൊണ്ട് അവർ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഒന്നുമില്ല മോനെ, അപ്പച്ചിക്ക് ഒന്നുമില്ല. പെട്ടെന്നുള്ള റെയ്ഡായതുകൊണ്ട് ഞാനൊന്ന് പതറിയെന്നുള്ള സത്യ. പക്ഷെ അങ്ങനെ വിട്ടുകൊടുക്കാൻ ഈ സ്ത്രീകളെ കിട്ടില്ല. ഇതിന് പിന്നിൽ ആരാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. വെറുതെ വിടില്ല ഞാൻ. അവളെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഈ സ്ത്രീകല ആരാണെന്ന്. പകിയെരിയുന്ന കണ്ണുകളോട് അത്രയും പറഞ്ഞുകൊണ്ട് തൻ്റെ ചെയറിൽ നിന്ന് ചാടി എഴുന്നേറ്റ് കാറിൻ്റെ ചാവിയും എടുത്ത് ജിത്തുവിനോടൊരു മറുപടിയും പറയാതെ വേഗം പുറത്തേക്ക് ഇറങ്ങിപ്പോയി ശ്രീകല. അസ്വസ്ഥമായ മനസ്സോടെ കൊമ്മനക്കാട്ടിൽ ഉലഹന്നാന്റെ മുമ്പിലിരിക്കുമ്പോൾ ശ്രീകല അയാളെ തന്നെ നോക്കി കാണുകയായിരുന്നു. പ്രായം 68 വയസ്സിനോടടുത്തായെങ്കിലും ഇപ്പോഴും 50 വയസ്സേ തോന്നിക്കുന്നുള്ളൂ. ഈ പ്രായത്തിലും അയാളുടെ ആരോഗ്യം നിറഞ്ഞ ശരീരം കൊതിയോടെ ശ്രീകല നോക്കിപ്പോയി. എന്താണ് വേണ്ടേ ഇങ്ങനെ നോക്കുന്നത്? വശ്യമായ സ്വരത്തോടെ തന്റെ കയ്യിലുണ്ടായിരുന്ന മദ്യം നുണഞ്ഞുകൊണ്ട് ശ്രീകലയോട് ഉലഹന്നാൻ ചോദിച്ചു. അവരയാളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഈ ചായന അന്നും ഇന്നും ഒരുപോലെ തന്നെയുണ്ട്. ഒരു മാറ്റവും ഈ ശരീരത്തിന് സംഭവിച്ചിട്ടില്ല. ശ്രീകല അങ്ങനെ പറഞ്ഞതും ഉലഹന്നാൻ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. അത് നീ പറഞ്ഞത് ശരിയാവച്ചേ. ഇപ്പോഴും ഞാൻ യൗവനത്തിൽ തന്നെയാ. വാർദ്ധക്യം എന്നെ അങ്ങനെ കീഴ്പ്പെടുത്തില്ല. കാരണം ഞാൻ ചെകുത്താനാ. എൻ്റെ മുന്നിലേക്ക് കാലിന് പോലും വരാൻ ഭയമാ. അയാൾ സ്വയം ഒന്ന് പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. അല്ല, അതവിടെ നിൽക്കട്ടെ. എന്താ നിന്റെ ഇപ്പോഴത്തെ പ്രശ്നം? അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു റെയ്ഡ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ശത്രു ഇപ്പം നിനക്ക് ആരാ ഉള്ളത്? അല്പം ഗൗരവത്തോടെ ഉലഹനാൻ സ്ത്രീകളെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ആദ്യം ഇത്ര ചോദിക്കാൻ എന്തുണ്ട് ഇച്ചായ? അവൾ ആ നാഗരൂർ കോവിലത്തെ മഹേശ്വരി തമ്പുരാട്ടി. അവൾ തന്നെയായിരിക്കും ഇതിനെല്ലാം പിന്നിൽ. എനിക്ക് അവളൊന്ന് കാണണം, നേർക്കുനേരെ. പകിയെരിയുന്ന കണ്ണുകളോടെ സ്ത്രീകൾ അങ്ങനെ പറഞ്ഞതും ഉലഹനാന്റെ കണ്ണുകളൊന്ന് തിളങ്ങി. നീ അരുതാത്തൊന്നും പ്രവർത്തിക്കരുത് ശ്രീകല. മഹേശ്വരി അവളങ്ങനെ ഒറ്റയടിക്ക് കൊല്ലണ്ട. എനിക്ക് അവളെ കൊണ്ട് ചില ആവശ്യങ്ങളൊക്കെ ഉണ്ട്. മഹേശ്വരിയുടെ മുഖം മനസ്സിലേക്ക് ഓർമ്മ വന്നതും ഉലഹനാൻ കണ്ണുകൾ അടച്ചുകൊണ്ട് ശ്രീകലയോട് പറഞ്ഞു. എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ ചെകുത്താൻ്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്ക് ശരിക്കും അറിയാവുന്നതല്ലേ. അതെന്തെങ്കിലും ആവട്ടെ. അവളിനി നമ്മുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ വച്ചേക്കരുത്, കൊന്നു തള്ളണം. അന്നെനിക്ക് പറ്റിയ തെറ്റും അത് തന്നെയാണ്. അവൾ മരിച്ചെന്ന് ഉറപ്പുവരുത്തായി അത് ഞാൻ തിരികെ പോന്ന്. അതാണ് ഞാൻ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഇപ്പം അവളൊരു വിഷസർപ്പം പോലെ എൻ്റെ നേർക്ക് കൊത്താൻ നിൽക്കുന്ന ആ തെറ്റിൻ്റെ പ്രതിഫലനാ. അടങ്ങ് പെണ്ണേ, നമുക്കെല്ലാം ശരിയാക്കാന്നേ.
ഈ ചായനില്ലേടി നിന്റെ കൂടെ? സ്ത്രീകളെ ചേർത്തി പിടിച്ചുകൊണ്ട് ഉലഹനാൻ അങ്ങനെ പറഞ്ഞു. അവരാളുടെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞു, അതെ, ഈച്ചാനുള്ളതാ എൻ്റെ ഒരു ബലം. അത്രയും പറഞ്ഞ് മുമ്പോട്ട് നോക്കിയ സ്ത്രീകളുടെ കണ്ണുകളൊന്ന് വിടർന്നു. ആഹാ, ഈച്ചാൻ ഇവൻ്റെ ഫോട്ടോ എടുക്കൽ നിർത്തിയില്ലേ? എത്ര ഫോട്ടോസാ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് ചുമലിൽ തൂക്കിയിരിക്കുന്നത്? വേറെ പണിയൊന്നുമില്ല ഈച്ചായന്? ചുമലിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു യുവാവിൻ്റെ ഫോട്ടോയിൽ തലോടിക്കൊണ്ട് സ്ത്രീകള ഉലഹനാനോട് ചോദിച്ചു. അതെന്നാടി നീ അങ്ങനെ പറഞ്ഞ്? ഒന്നില്ലല്ലോ, അവൻ നമ്മുടെ ചോരയല്ലേ. അവനെനിക്ക് കുതിരെ കാണാൻ സാധിച്ചില്ല, പക്ഷേ പറയാണ്ടിരിക്കാൻ പറ്റില്ല. അവനെ ഈ അപ്പൻ്റെ മകൻ തന്നെയാ. ചുമലിൽ തൂക്കിയിരിക്കുന്ന യുവാവിൻ്റെ പല പല പോസുകളിലെ ഫോട്ടോകളിലേക്ക് നോക്കി അതിലൊന്ന് തഴുകിക്കൊണ്ട് ഉലഹന്നാൻ പറഞ്ഞത് സ്ത്രീകള പറഞ്ഞു. അത് ഇച്ചായൻ പറഞ്ഞത് ശരിയാ, ഇച്ചായൻ്റെ അതേ സ്വഭാവനും. ഒരു നിമിഷം തന്നെ രക്തത്തിൽ പിറന്ന മകൻ്റെ ഫോട്ടോയിലേക്ക് നോക്കി നിന്ന ഉലഹന്നാൻ സ്ത്രീകളയോട് പറഞ്ഞു. നീ വാടി, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. ഒരു വഷള ചുവയോടെ അവളെ നോക്കിക്കൊണ്ട് ഉലഹന്നാൻ അകത്തേക്ക് കയറിയതും സ്ത്രീകളെയും അയാൾക്ക് പിന്നാലെ തന്നെ ആ മുറിയിലേക്ക് കയറിപ്പോയി. ആ മഹേന്ദ്രൻ, താൻ വന്നത് നന്നായി. ആലീസിന് പോയില്ലേ കുഴപ്പമൊന്നുമില്ല, പക്ഷേ സംസാരിക്കാൻ ചില ബുദ്ധിമുട്ടുണ്ട്. എന്നാലും അവർ ആദ്യം എന്നോട് പറഞ്ഞ് നിന്നെ കാണുന്നതാണ്. ഒരുപക്ഷെ നിന്നെ എനിക്ക് അറിയില്ലെങ്കിൽ കണ്ടുപിടിച്ച് തരാൻ വേണ്ടി അഡ്രസ്സൊക്കെ അവർ എന്നോട് പറഞ്ഞു തന്നു. അപ്പം ഞാൻ തന്നെയാണ് ആലീസിനോട് പറഞ്ഞ് അവർ ഇത്രയും കാലം കോമയിലായിരുന്നെന്നും നീയാണ് അവരെ സംരക്ഷിച്ചെന്നും. ഏതായാലും നീ റൂമിലേക്ക് ചെല്ല്, അവർ നിന്നെ കാണാൻ അക്ഷമയായി കാത്തിരിക്കുക. റോയ് ഡോക്ടർ നോക്കിയൊന്ന് മൂളിക്കൊണ്ട് മഹേന്ദ്രൻ വർദ്ധിച്ചു വന്ന ഹൃദയമിടിപ്പോട് അകത്തേക്ക് കയറിയതും കണ്ടു. പ്രതീക്ഷയോടെ വാതിൽക്കിലേക്ക് തന്നെ നോക്കിക്കിടക്കുന്ന മീരയുടെ അമ്മച്ചി. മോനാണോ മഹേന്ദ്രൻ? തൻ്റെ നേർക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ആലീസ് അങ്ങനെ ചോദിച്ചു. നിറകണ്ണുകളോടെ മഹേന്ദ്രൻ അതേന്ന് തലയാട്ടി. അവനെ കണ്ടത് അവർക്ക് മീരയുടെ മുഖം ഓർമ്മ വന്നു. ഒരു പൊട്ടിക്കരച്ചിലായിരുന്നു ആ പാവം സ്ത്രീ. അത് കണ്ടതും മഹേന്ദ്രൻ അവരുടെ അരികിലേക്ക് ചേർന്നിരുന്നു കൊണ്ട് ആ കൈകളിൽ ചേർത്ത് പിടിച്ചു പറഞ്ഞു. അമ്മച്ചിക്ക് അറിയരുത്, അമ്മച്ചിക്ക് എന്നെ. മുഴുവൻ പറയാൻ കഴിയാതെ നിറഞ്ഞ കണ്ണുകളോടെ മഹേന്ദ്രൻ ആലീസിനെ നോക്കിയത് അവർ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മീര പറഞ്ഞിരുന്നു എന്നെക്കുറിച്ച്, പിന്നെ നിന്റെ ഫോട്ടോയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനവനൊന്നും മിണ്ടിയില്ല. പിന്നീട് അല്പസമയം അവിടെ നിശബ്ദ തളം കെട്ടി നിന്നു. പിന്നീട് അതിനെ ഭേദിച്ചുകൊണ്ട് മഹേന്ദ്രൻ അവരോട് എന്തൊക്കെയോ ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ കോമയിൽ നിന്ന് പെട്ടെന്ന് റിക്കവറായി വന്ന സ്ത്രീയോട് എങ്ങനെയാണ് മീര മരിച്ചതെന്ന് ചോദിക്കാന്നോർത്ത് അവൻ്റെ മനസ്സ് ഉഴലുകയായിരുന്നു ആ സമയം. അത് മനസ്സിലാക്കിയ പോലെ ആലീസ് മഹേന്ദ്രൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഓനെ, അമ്മച്ചിക്ക് ഇനി അധികം നാൾ ചിലപ്പോൾ ഉണ്ടാവില്ല. എന്തോ എൻ്റെ മനസ്സങ്ങനെ പറയുന്നു. മോളുടെ അരികിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരാൻ. അതിനു മുന്നേ നീ അറിയണം എൻ്റെ കുഞ്ഞിന് എന്താണ് സംഭവിച്ചതെന്ന്. കാരണം അതറിയാൻ ഏറ്റവും യോഗ്യനായ വ്യക്തി നീ തന്നെയാണ്. ആലീസ് തന്നെ മനസ്സറിഞ്ഞ പോലെ മഹേന്ദ്രനോട് പറയുന്നു കേട്ടതും അത്രയും നേരം ശാന്തനായി നിന്നിരുന്ന മഹേന്ദ്രൻ്റെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി. പറ അമ്മച്ചി, ഇത്രയും വർഷം ഞാൻ കാത്തിരുന്ന പോലും അമ്മച്ചി ഈ കോമയിൽ നിന്ന് ഉണരാൻ വേണ്ടിയാണ്. ഈ ഒരു ദിവസം സ്വപ്നം കാണാൻ തുടങ്ങിയിട്ട് എത്രയോ കാലമായി ഞാൻ. എനിക്കറിയണം എന്തായിരുന്നു അന്ന് രാത്രി സംഭവിച്ചതെന്ന്. പറയാം മോനെ, പറയാം. അതിനു മുന്നേ നീ അറിയണം ആലീസ് എന്ന ഞാൻ ആരാണെന്ന്. ആലീസ് പറഞ്ഞു തുടങ്ങിയായിരുന്നു അവരുടെ കുട്ടിക്കാലത്തെക്കുറിച്ച്. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.